സിന്ദൂരരേഖ ഭാഗം 114. അപ്പോഴേക്കും സ്റ്റേഷന്റെ അകത്തെ മുറിയിൽ നിന്നും അനന്തനമ്മാവനെ ഔദ്യോഗികമായി ലോക്കപ്പിലേക്ക് മാറ്റാൻ വേണ്ടി 2 പോലീസുകാർ പുറത്തേക്കിറങ്ങി. സ്റ്റേഷൻ വരാന്തയിൽ തല താഴ്ത്തി ദേഷ്യത്തോടെ നിന്നിരുന്ന കൃഷ്ണനമ്മാവനും ജാനകിയും അവരുടെ മക്കളും ഓടി അങ്ങോട്ട് ചെന്നു. ഏട്ടാ! കൃഷ്ണൻ വിളിച്ചപ്പോഴേക്കും അനന്തന്റെ കണ്ണുകൾ മനുവിലും ശ്രീകുമാരി അമ്മയിലും തറഞ്ഞു നിന്നു. അന്നേരം അയാളുടെ കണ്ണുകളിൽ മനുവിന്റെ മുന്നിൽ കരഞ്ഞതുപോലുള്ളതായിരുന്നില്ല, മറിച്ച് കൈകളിൽ വിലങ്ങുവെച്ച് വസ്ത്രങ്ങളെല്ലാം അഴുക്കായി നിൽക്കുമ്പോഴും ആ കണ്ണുകളിൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ക്രൂരതയും അഹങ്കാരവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീകുമാരി, സ്വന്തം ചേട്ടനെ ജയിലിലാക്കിയിട്ട് നീയും നിന്റെ മക്കളും ഈ നാട്ടിൽ സുഖമായി ജീവിക്കുമെന്ന് വിചാരിക്കണ്ട. മാണിക്കശ്ശേരി തറവാടിൻ്റെയും അവിടുത്തെ പരദേവതയുടെയും ശാപം നിനക്കൊക്കെ ഉണ്ടാകും. ഒരമ്മയ്ക്ക് ജനിച്ച എന്നെ നീ ഈ പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചില്ലേടി? അനന്തൻ പല്ല് കടിച്ചുകൊണ്ട് ലോക്കപ്പിലേക്ക് പോകും മുൻപ് ആക്രോശിച്ചു. അനന്തന്റെ വാക്കുകൾ കേട്ടതും മനുവിന്റെ കൈകൾ ദേഷ്യം കൊണ്ട് മുറുകി. അവൻ ഒരടി മുന്നോട്ട് വെച്ചപ്പോഴേക്കും അമ്മ മനുവിനെ തടഞ്ഞു. എന്നിട്ട് അവർ പതുക്കെ അനന്തന്റെ നേരെ നടന്നു ചെന്നു. അമ്മയുടെ മുഖത്തെ ആ ഭാവം കണ്ടതും അവിടെ നിന്ന പോലീസുകാർ പോലും ഒരു നിമിഷം മാറി നിന്നു. അനന്ത, നീ ശാപത്തെപ്പറ്റി പറയരുത്. അമ്മയുടെ ശബ്ദം സ്റ്റേഷൻ ഹാളിലാകെ മുഴങ്ങി. സ്വന്തം അനിയത്തിയുടെ മകന് നേരെ വണ്ടി കയറ്റി കൊല്ലാൻ ആളെ വിട്ടപ്പോഴോ, എൻ്റെ മൂത്ത മകൻ മനുവിൻ്റെ കരിയർ തകർത്ത് അവനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയപ്പോഴോ നിനക്ക് തോന്നാത്ത എന്ത് ശാപമാണ് ഇനി ഞങ്ങൾക്ക് കിട്ടാനുള്ളത്? നീ ചെയ്തതിനുള്ളത് നീ തന്നെ അനുഭവിക്കണം അനന്ത. അത് നീ അനുഭവിച്ച് തന്നെ തീർക്കണം. നിയമത്തിൻ്റെ പരമാവധി ശിക്ഷ വാങ്ങി നീ ആ ജയിലിൻ്റെ ഇരുട്ടറയിൽ കിടന്ന് നരകിക്കുന്നത് കാണാൻ തന്നെയാണ് ഞാൻ എൻ്റെ മകനെയും കൂട്ടി ഇവിടെ വന്നത്. ഇനി നീ മാണിക്കശ്ശേരിയുടെ മണ്ണിലേക്ക് കാലുകുത്തില്ല. കൊണ്ടുപോ സാറേ ഇവനെ. അമ്മ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. പോലീസുകാർ അനന്തനെ ലോക്കപ്പിലേക്ക് തള്ളി. ഇരുമ്പഴികൾ ശക്തമായി അടയുന്ന ശബ്ദം ആ സ്റ്റേഷനിലാകെ കനത്ത മുഴക്കത്തോടെ കേട്ടു. അതോടെ കൃഷ്ണന്റെയും ജാനകിയുടെയും എല്ലാ അടവുകളും അഹങ്കാരവും തകർന്ന് തരിപ്പണമായി. തങ്ങൾ പൂർണ്ണമായും തോറ്റുപോയി എന്ന് മനസ്സിലാക്കി ഒരു വാക്കുപോലും മിണ്ടാനാവാത്ത രീതിയിൽ അവർ തലതാഴ്ത്തി സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. എല്ലാ ഔദ്യോഗിക കാര്യങ്ങളും പൂർത്തിയാക്കി സൂര്യനോട് യാത്ര പറഞ്ഞ് മനുവും അമ്മയും സ്റ്റേഷന് വെളിയിലേക്കിറങ്ങി. പുലർച്ചെയുടെ കനത്ത മഞ്ഞ് പെയ്യുന്ന ആ സമയത്ത് വർഷങ്ങളായി തങ്ങളെ വേട്ടയാടിയ ഒരു വലിയ ശത്രുവിനെ നിയമത്തിനു മുന്നിൽ അഴിയെണ്ണിച്ചതിൻ്റെ വലിയൊരു ആശ്വാസം ആ അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. എങ്കിലും സ്വന്തം ചോരയിൽ പിറന്നവർ ഇങ്ങനെ ചതിച്ചല്ലോ എന്നൊരു നേർത്ത സങ്കടം അമ്മയുടെ ഉള്ളിൽ അപ്പോഴും ബാക്കിയായിരുന്നു. സൂര്യൻ ഏർപ്പാടാക്കിയ പോലീസ് വണ്ടി നേരെ ദേവനിലയത്തിൻ്റെ പോർച്ചിലേക്ക് വന്നു നിന്നു. ഹാളിൽ ലൈറ്റുകൾ അപ്പോഴും തെളിഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ അമ്മയെയും മനുവിനെയും കണ്ടുടനെ തന്നെ ഉണ്ണിയും അവൻ്റെ മടിയിൽ കിടക്കുകയായിരുന്ന അമ്മാളുവും വേഗത്തിൽ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് ഓടിയെത്തി. അമ്മേ, മനുവേട്ടാ, എന്തായി? അവിടെ ഇനി പ്രശ്നം വല്ലതുണ്ടോ? ഉണ്ണി ആകുലതയോടെ ഒന്നിനു പുറകെ ഒന്നായി തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു. ശ്രീകുമാരി അമ്മ പതുക്കെ സോഫയിലേക്കിരുന്നു. അവരുടെ മുഖത്ത് ഒരു വലിയ യുദ്ധം ജയിച്ച ശാന്തതയുണ്ടായിരുന്നു. അവൾ ഉണ്ണിയെ അരികിലേക്ക് വിളിച്ചിരുത്തി അവൻ്റെ കൈകൾ തൻ്റെ ഇരു കൈകൾക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. നമ്മളെയൊക്കെ ഈ അവസ്ഥയിലാക്കിയവനെ, നമ്മുടെ കുടുംബം തകർക്കാൻ നോക്കിയ ആ അനന്തനെ അമ്മയും ഏട്ടനും കൂടി നിയമത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. കേസ് ഒഫീഷ്യലായി ഫയൽ ചെയ്ത് കഴിഞ്ഞു. എല്ലാ തെളിവുകളും സൂര്യൻ്റെ കയ്യിലുണ്ട്. ഇനി അവൻ ആ ജയിലിൻ്റെ ഇരുട്ടറയിൽ കിടന്ന് നരകിക്കും. മാണിക്കശ്ശേരിയിലെ ആ മാന്യന്മാരുടെ കള്ളക്കളി ഇനി നമ്മുടെ മുന്നിൽ നടക്കില്ല. അമ്മയുടെ ശബ്ദത്തിൽ വലിയൊരു ആശ്വാസവും ദൃഢതയും ഉണ്ടായിരുന്നു. ഏട്ടൻ കാർക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത്, നികൃഷ്ട ജന്മങ്ങൾ, അമ്മ പുച്ഛത്തോടെ പറഞ്ഞു. അവരെ അങ്ങനെയൊക്കെ പറയുമ്പോഴും അമ്മയുടെ കണ്ണുകളിലോ സംസാരത്തിലോ വിഷമത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ നേരിയ ഒരു ലാഞ്ചന പോലും ഇല്ലായിരുന്നു. കഴിഞ്ഞു. ഇനി ആ തറവാട്ടിലുള്ളവരായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. ഒന്നും ചെയ്യാത്ത ദാസേട്ടനെ പോലും കള്ളനാക്കിയവരാണ്. അനുഭവിക്കണം, നരകിക്കണം. അത് കേട്ടതും അമ്മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മനുവിനെ നോക്കി. മനു അമ്മാളുവിനെ ചേർത്ത് പിടിച്ച് അവളുടെ തോളിൽ കൈവച്ചു. കരയേണ്ട അമ്മു, എല്ലാം കഴിഞ്ഞു. നമ്മുടെ കുടുംബത്തെ തകർക്കാൻ നോക്കിയവരൊക്കെ അകത്തായി. ഇനി ഒന്നിനും ആർക്കും നമ്മുടെ സന്തോഷം തകർക്കാൻ കഴിയില്ല. മനു അവളെ ആശ്വസിപ്പിച്ചു. തങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കറുത്ത അധ്യായങ്ങൾക്കും ഒരറുതി വന്നതുപോലെയാണ് അവർക്ക് തോന്നിയത്. നീണ്ട നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒടുവിൽ സത്യം ജയിച്ചതിൻ്റെയും ചതിയന്മാരെല്ലാവരും ശിക്ഷിക്കപ്പെടുന്നതിൻ്റെയും ആശ്വാസത്തിൽ ആ കുടുംബം ഒന്നിച്ചു ചേർന്ന് നിന്നു. ഇതെല്ലാം കഴിയുമ്പോൾ തന്നെ രാത്രി സമയമായിട്ടുണ്ടായിരുന്നു. പെരുമഴ പെയ്തു തോർന്നതുപോലെ വീടിൻ്റെ അന്തരീക്ഷം ശാന്തമായിരുന്നു. മുകളിലേക്കുള്ള പടികൾ കയറി അമ്മാളും എത്തിയപ്പോഴേക്കും മനു മുറിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. മുറിയിലെ ഡിം ലൈറ്റ് മാത്രമാണ് കത്തുന്നത്. ജനാലകൾ തുറന്നിട്ടിരിക്കുന്നതിനാൽ പുറത്തെ തണുത്ത കാറ്റും നേരിയ നിലാവും മുറിക്കുള്ളിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. മനു കട്ടിലിൻ്റെ അരികിലിരുന്ന് തൻ്റെ 2 കൈകളും തലയിൽ വെച്ച് താഴേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അവൻ്റെ ഷർട്ടിൻ്റെ മുകളിലത്തെ 2 ബട്ടണുകൾ അഴിഞ്ഞു കിടക്കുന്നു. മുറിയിലേക്ക് അമ്മാളു കയറി വന്നത് അവൻ അറിഞ്ഞതേയില്ല. അത്രമാത്രം ശൂന്യതയിലായിരുന്നു അവൻ. അമ്മാള് പതുക്കെ നടന്ന് അവൻ്റെ അരികിലെത്തി.
അവളുടെ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ മനു പതുക്കെ തലയുയർത്തി നോക്കി. ആ ചുവന്ന കണ്ണുകളിൽ വല്ലാത്തൊരു വിഷമം പോലെ ഉണ്ടായിരുന്നു. നീ എന്താ ഇവിടെ? താഴെ കിടന്നാൽ പോരായിരുന്നോ? എന്തിനാ സ്റ്റെപ്പ് കയറി ഇവിടെ വരെ വന്നത്? മനുവിൻ്റെ ശബ്ദം വല്ലാതെ വരണ്ടിരുന്നു. അമ്മാളും ഒന്നും മിണ്ടിയില്ല. അവൾ പതുക്കെ അവൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് മനുവിൻ്റെ ആ വലിയ കൈകൾ തൻ്റെ ചെറിയ കൈകൾക്കുള്ളിലാക്കി ചേർത്ത് പിടിച്ചു. ആ കൈകൾ വല്ലാതെ തണുത്തിരിക്കുന്നു. എനിക്ക് മനുവേട്ടനെ തനിച്ചാക്കി കിടക്കാൻ തോന്നിയില്ല. അമ്മാളു അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. മനുവിൻ്റെ ചുണ്ടുകളിൽ ഒരു നേർത്ത സങ്കടം നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. അവൻ തൻ്റെ ഒരു കൈ സ്വതന്ത്രമാക്കി അമ്മാളുവിൻ്റെ കവിളിലൂടെ പതിയെ ഒന്ന് തലോടി. എനിക്കൊന്നിനെയും പേടിയില്ല അമ്മു. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ ആ തെണ്ടികളെയൊക്കെ നിയമത്തിന് മുന്നിൽ തളച്ചിട്ട് വന്നപ്പോൾ എൻ്റെ ഉള്ളിലിപ്പോൾ വല്ലാത്തൊരു ശൂന്യതയാണ്. സമാധാനമാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞ്... അത്രയും പറഞ്ഞപ്പോഴേക്കും മനുവിൻ്റെ തൊണ്ടയിടറി. എപ്പോഴും പാറ പോലെ ഉറച്ചു നിൽക്കുന്നവൻ തകരുന്നത് അമ്മാളുവിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. മനുവേട്ടാ, ഉള്ളിലെ സങ്കടം അടക്കിപ്പിടിച്ച് എന്നതുപോലെ നിൽക്കുകയായിരുന്നു അവൾ. പക്ഷേ മനു കൂടി അങ്ങനെ തകർന്നതുപോലെ ആയിരിക്കുന്നത് കണ്ടതും പെട്ടെന്ന് അവൾക്കും ആകെ വിഷമം തോന്നിപ്പോയി. അവൾ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി. അവൾ അവൻ്റെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്ന് നിന്നു. മനു അവളെ പതുക്കെ വലിച്ച് കട്ടിലേക്കിരുത്തി. എന്നിട്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അമ്മാളുവിൻ്റെ കണ്ണുനീര് അവൻ്റെ നെഞ്ചിലെ ഷർട്ടിലേക്ക് പടർന്നു പിടിച്ചു. മനു തൻ്റെ താടി അവളുടെ തലയിൽ അമർത്തി വെച്ച് അവളുടെ പുറത്ത് പതുക്കെ തഴുകിക്കൊണ്ടിരുന്നു. മതി, ഇനിയും കരയരുതമ്മു. നീ കരഞ്ഞാൽ ഞാൻ പിന്നെ ആരെ നോക്കിയാൽ ജീവിക്കേണ്ടത്? നമ്മുടെ കുഞ്ഞു പോയതൊരു പക്ഷേ നമ്മൾ ഈ ചതിക്കുഴിയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് കാണാൻ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാകും. നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനിയും തളരരുത്. മനു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. അമ്മാളുവിൻ്റെ കണ്ണുകളിൽ നിന്നും ഒലിച്ചിറങ്ങിയ കണ്ണുനീര് തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ആഴത്തിലൊന്ന് ചുംബിച്ചു. ആ ചുംബനത്തിന് ഒരു പ്രത്യേക ചൂടുണ്ടായിരുന്നു. ഒരു സംരക്ഷണത്തിൻ്റെ, അടങ്ങാത്ത പ്രണയത്തിൻ്റെ ചൂട്. അമ്മാള് പതുക്കെ കണ്ണുകൾ തുറന്ന് മനുവിനെ നോക്കി. ആ ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മനുവിൻ്റെ കണ്ണുകളിലെ പ്രണയം അവൾക്ക് വ്യക്തമായി കാണായിരുന്നു. അവൾ തൻ്റെ കൈകൾ മനുവിൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് കൂടുതൽ അടുത്തു. ഇനി എന്നെ വിട്ട് എങ്ങോട്ടും പോകരുത്. എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. അമ്മാള് മന്ത്രിച്ചു. മനുവിൻ്റെ ശ്വാസഗതി വേഗതയിലായി. അവൻ അവളെ പതിയെ കട്ടിലിലേക്ക് കിടത്തി. അവളുടെ നീണ്ട മുടിയിഴകൾ കട്ടിലിലാകെ പടർന്നു കിടന്നു. മനു അവളുടെ മുകളിലേക്ക് പതുക്കെ ചാഞ്ഞു. മനു പതുക്കെ അവളുടെ കാതോരത്തേക്ക് ചുണ്ടുകൾ ചേർത്തു. നിന്നെ പിരിഞ്ഞ് ഇനി ഈ മാനവിനൊരു ജീവിതമില്ലമ്മോ. നീയാണ് എൻ്റെ ജീവൻ. നിന്നിലാണ് എൻ്റെ ജീവിതം. അവൻ പതുക്കെ അവളുടെ കവിളിലും മൂക്കിൻ തുമ്പിലും തൻ്റെ അധരങ്ങൾ പതിപ്പിച്ചു. അമ്മാളുവിൻ്റെ കൈകൾ മനുവിൻ്റെ ഷർട്ടിൽ മുറുകി പിടിച്ചു. ഒടുവിൽ അവൻ അവളുടെ ആ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ അമർത്തി. ആ ചുംബനം നീണ്ടതായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും അതിലുണ്ടായിരുന്നു. എല്ലാ സങ്കടങ്ങളെയും നോവുകളെയും ഉരുക്കിക്കളയുന്നൊരു തീവ്രമായ ചുംബനം. പുറത്ത് മഞ്ഞിൻ്റെ കാഠിന്യം കൂടുന്തോറും ആ മുറിക്കുള്ളിൽ പ്രണയത്തിൻ്റെ ചൂട് പടരുകയായിരുന്നു. മനു പതുക്കെ അമ്മാളുവിനെ തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി. ആ വലിയ പുതപ്പ് രണ്ടുപേരുടെയും മേലേക്ക് വലിച്ചിട്ടു. അമ്മാളു അവൻ്റെ നെഞ്ചിലെ മിടിപ്പ് കേട്ടുകൊണ്ട് അവൻ്റെ തോളിൽ മുഖം പൂഴ്ത്തി കിടന്നു. മനു അവളുടെ കൈകളിൽ വിരലുകൾ കോർത്തു പിടിച്ചു. അമ്മാളുവിൻ്റെ ശ്വാസതാളം പതുക്കെ ശാന്തമാകുന്നത് മനു അറിഞ്ഞു. അവളുടെ നീണ്ട മുടിയിഴകൾ അവൻ്റെ നെഞ്ചിലാകെ പടർന്നു കിടന്നിരുന്നു. വിരലുകൾ കോർത്തു പിടിച്ച ആ കൈകളിൽ ഇപ്പോഴും പ്രണയത്തിൻ്റെ നേർത്തൊരു വിറയൽ ബാക്കിയുണ്ടായിരുന്നു. പുറത്ത് ജനാലയിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവിന് ഇപ്പോൾ വല്ലാത്തൊരു തെളിച്ചമുള്ളതുപോലെ തോന്നി. കഴിഞ്ഞ കുറേ നാളുകളായി തങ്ങളെ ശ്വാസം മുട്ടിച്ച ആ കരിനിഴലുകളെല്ലാം ഒഴിഞ്ഞു പോയതിൻ്റെ ലക്ഷണമെന്നോണം കാറ്റിന് പോലും ഒരു പ്രത്യേക സുഗന്ധമുണ്ടായിരുന്നു. പെട്ടെന്ന് അമ്മാളും അവൻ്റെ നെഞ്ചിൽ നിന്നും പതുക്കെ തലയുയർത്തി നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ ചുംബനത്തിൻ്റെ നനവും നാണവും ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഡിം ലൈറ്റിൻ്റെ ചുവപ്പ് കലർന്ന വെളിച്ചത്തിൽ അവളുടെ മുഖം കൂടുതൽ സുന്ദരമായി തോന്നി മനുവിന്. മനുവേട്ടാ, അവൾ പതുക്കെ അവനെ വിളിച്ചു. എന്താടാ? മനു അവളുടെ നെറ്റിയിലേക്ക് വീണുകിടന്ന മുടിയിഴകൾ കാതോരത്തേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. അനവദ്യ. അമ്മാളു അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരുതരം ഭയമുള്ളതുപോലെയാണത് ചോദിച്ചത്. മനു അവളെ ഒന്നുകൂടി തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. അവളുടെ തോളിൽ ചുറ്റിപ്പിടിച്ച കൈകൾ അല്പം കൂടി മുറുക്കി. അവളെക്കുറിച്ച് ആലോചിക്കണ്ട, അങ്ങനെ ഒരാൾ ഇല്ലെന്ന് തന്നെ കരുതിക്കോ. മനു ഗൗരവത്തിലാണ് അത് അവളോട് പറഞ്ഞത്. അവൻ്റെ ആ ഗൗരവവും മുഖത്തെ ആ ഒരു കല്ലിച്ച പോലുള്ള ഭാവവും അവളെ ഒന്നുകൂടി ഭയപ്പെടുത്തുകയാണ് ചെയ്തത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ടാറ്റാ.